ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2025 ജനുവരി 1 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂ ഇയർ ആദ്യമായിട്ട് നമ്മുടെ പുതുവർഷം എത്തിയ ദ്വീപ് രാഷ്ട്രം 2025 ജനുവരി 1 ആദ്യമായിട്ട് പുതുവർഷം എത്തിയ ദ്വീപ് രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ച ഉത്തരം കിരിബാത്തിയാണ്. കിരിബാത്തി. 2025 മറ്റു ചില പ്രത്യേകതകൾ കൂടി നോക്കാം. അതായത് UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് നമ്മൾ ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2025 ഇത് രണ്ടാമതാണ് അന്താരാഷ്ട്ര സഹകരണ വർഷം ആചരിക്കുന്നത്. ആദ്യം 2012 അന്താരാഷ്ട്ര സഹകരണ വർഷം ആചരിച്ചത്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് UN സഹകരണ സ്ഥാപനങ്ങൾക്കായിട്ട് ഒരു അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത്. അതേപോലെ തന്നെ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അതേപോലെ ഹിമാനികരുടെ സംരക്ഷണ വർഷം, ഇതെല്ലാം 2025. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച HBO ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ സ്ഥാപകൻ. അടുത്തിടെ അന്തരിച്ച HBO ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ സ്ഥാപകനാണ് ചാൾസ് ഡോലൻ. അടുത്ത ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനിക അഭ്യാസമായ സൂര്യകിരണിൻ്റെ 18ാമത് പതിപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനിക അഭ്യാസമായ സൂര്യകിരണിൻ്റെ 18ാമത് പതിപ്പിൻ്റെ വേദി നേപ്പാളിലെ ലുംബിനി. അടുത്ത ചോദ്യം, കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത്. അടുത്തത്, 27ാമത് ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 27ാമത് ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. അടുത്ത ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായിട്ട് 2ാം വട്ടവും ചാമ്പ്യന്മാരായ ജില്ല. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായിട്ട് 2ാം വട്ടവും ചാമ്പ്യന്മാരായ ജില്ലയാണ് മലപ്പുറം ജില്ല. അടുത്ത ചോദ്യം, 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ കാജർ തിൽവിഗ് ആണ്. താങ്ക് യു.